കുട്ടനാട്ടിലെ മഴ വീണ പാടങ്ങളുടെ ഇപ്പോഴത്തെ അവസ്ഥയാണ് ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. ഇത് ആറുമുഖ പാടശേഖരമാണ്. ഇവിടെ മഴ വീണ സ്ഥലമാണിത്. കൽക്കെട്ടായിരുന്നു. മഴ പെയ്ത് വെള്ളം പൊങ്ങിയ സമയത്ത് ബണ്ട് തള്ളിപ്പോയതാണ്. അപ്പോൾ ഇവിടെ ബണ്ട് കുത്താനുള്ള പരിപാടിയൊക്കെ തുടങ്ങിയിട്ടുണ്ട്. വീടുകളൊക്കെ പകുതിയും വെള്ളത്തിലാണ്. ഇവിടെ താമസിക്കുന്നവർ ഇപ്പോൾ ഇവിടെ ഇല്ല. എല്ലാവരും ബന്ധുവീടുകളിലും വാടകയ്ക്കുമൊക്കെ ആയിട്ട് മാറിയിരിക്കുകയാണ്. സ്കൂളുകളിലൊക്കെ 2 ആഴ്ചയേ ആയിട്ടുള്ളൂ. സ്കൂളുകളിലൊക്കെ പഠിത്തം തുടങ്ങിയിട്ട് ഇവിടെ സ്കൂളുകളൊക്കെയും വെള്ളത്തിനടിയിലായി. മഴ പെയ്തു കഴിഞ്ഞാൽ കുട്ടനാട്ടിലെ ഞങ്ങളുടെ അവസ്ഥ ഭയങ്കര ദുരിതമാണ്. മഴ ശക്തമായി കഴിഞ്ഞാൽ കുട്ടനാട്ടിലെ ഞങ്ങളുടെ മനസ്സിൽ തീയാണ്. ഇതേപോലെ മഴ വീണ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് നമ്മുടെ വീടിൻ്റെ കാര്യം, വീട്ടിൽ താമസിക്കാൻ പറ്റില്ല. മഴ മാറിയാലും നമ്മൾ കുറേ നാൾ വെള്ളത്തിൽ കിടക്കേണ്ടി വരും. ബണ്ട് കുത്തി വെള്ളം മോട്ടർ അടിച്ച് വെള്ളം വറ്റിച്ച് വരുമ്പോഴത്തേക്കും ഒരു 2 മാസത്തിനടുത്തെത്തും. അപ്പോഴേക്കും വീടിൻ്റെ അവസ്ഥ ശോകമാണ്. വീട്ടിൽ മൊത്തവും ചെളിയും അഴുക്കും. അത് തന്നെയല്ല, വീടിൻ്റെ സ്ട്രക്ചറിനെ തന്നെ അത് വളരെ മോശമായ അവസ്ഥയിലേക്ക് ആക്കും. വീട് ശരിക്കും ഇരുന്ന് പോകാൻ ചാൻസ് ഉണ്ട്. വീട്ടിൽ പൊട്ടലും കാര്യങ്ങളും, തറയൊക്കെ ഇരുന്ന് പോകും, താഴത്തോട്ട് ഇരുന്ന് പോകും. ഒരുപാട് പ്രശ്നം വീടിന് ഉണ്ടാകും. വെള്ളം കയറി കിടക്കുന്ന കാരണം വീടിനും ഒരുപാട് പ്രശ്നങ്ങളൊക്കെ വരും. ഇപ്പോൾ ഇതാണ് ഞങ്ങളുടെ നാട്ടിലെ വീടുകളുടെയൊക്കെ അവസ്ഥ. ഇതാണ്. സാധനമൊക്കെയാണ് ഈ വഴിയിൽ വെച്ചിരിക്കുന്നത്, വെച്ച് മൂടിയിരിക്കും.